ദൈവസ്നേഹത്തിൻ്റെ 10-ാമത്തെ ഫലം. യാക്കോബ് 1:12. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള ഭാഗങ്ങൾ വിശ്വാസത്തിൻ്റെ പരിശോധനയാണ്. ഒരാളുടെ വിശ്വാസം അളക്കുന്നതിനാണ് പരീക്ഷ. പരീക്ഷകൾ സഹിഷ്ണുത അഥവാ സഹനം വർദ്ധിപ്പിക്കുന്നു. എന്നാൽ അത് വരുത്തുന്നത് ദൈവമല്ല, മറിച്ച് നമ്മുടെ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. സാത്താൻ പരീക്ഷകളുമായി എത്തുമ്പോൾ ദൈവം അത് അനുവദിക്കാറുണ്ട്. പരീക്ഷകൾ തുടരെ ഉണ്ടാകുന്നുവെങ്കിൽ ദൈവം നമ്മെ വിശ്വാസത്തിൽ പൂർണ്ണമായി ഉറപ്പിച്ച് തൻ്റെ വേലയ്ക്കായി ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നർത്ഥം. കാലങ്ങളായി കഷ്ടമെങ്കിൽ ഓർക്കുക, ദൗത്യം വലുതും നമ്മുടെ യോഗ്യത കുറവുമാണ്. അതുകൊണ്ട് നാഥനോട് പ്രാർത്ഥിക്കുക. പഠന പ്രക്രിയയിലൂടെ തുടരെ കടന്നു പോകുന്നത് ദൈവം അനുവദിക്കുന്നതാണ്. പരീക്ഷകളിൽ ഉറച്ചു നിൽക്കുന്നവരാണ് വിജയശ്രീലാളിതരാകുന്നത്. നിരാശയെ വചനം ഉരുവിടുന്നതിലൂടെ അതിജീവിക്കാം. പരീക്ഷയോടുകൂടെ പോക്കുവഴിയുമുണ്ടാകും എന്ന പോലെ പരീക്ഷയെ ജയിക്കുന്നവർക്ക് നൽകുന്ന സമ്മാനമാണ് ജീവകിരീടം. ദൈവം നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്നു, കാരണം നാം അവൻ്റെ മക്കളാണ്. സ്നേഹവാനായ ദൈവം ജീവകിരീടവുമായി നമ്മുടെ വിജയത്തിനായി കാത്തിരിക്കുന്നു. പരീക്ഷയിൽ തോറ്റുപോകാതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. വിജയം സുനിശ്ചിതം. ദൈവത്തിലുള്ള വിശ്വാസം ഏറ്റുപറയുന്നതും വിശ്വാസപ്രമാണം വിശ്വാസത്തോടെ ഉരുവിടുന്നതും വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.